എൻ്റെ പേര് പി ലക്ഷ്മണ ഹെബ്ബാർ, അനന്തപുര ക്ഷേത്രത്തിൻ്റെ മാനേജറാണ്. കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ ഒരാളിവിടെ മുതലെന്നെ കണ്ടു. പുതിയ വന്നിട്ട് ആൾക്കാർ നോക്കുന്നുണ്ട്. ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അനന്തപുരം കാസർഗോഡ് ജില്ലയിൽ ഒരു മഹാക്ഷേത്രമായിട്ട് കാണാൻ കിട്ടുന്ന ഒരു വിശാലമായ അമ്പലമാണ്. ഈ അമ്പലത്തേക്ക് 3000 കൊല്ലം പഴക്കമുണ്ട്. 3000 കൊല്ലം പറയുന്നത് ദ്വാപര യുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഭൂലോകത്തിൽ സഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഋഷിമുനികളാണ്. മനുഷ്യജന്മം ആ സമയത്ത് ജനിച്ചിട്ടില്ല. ഈ ഋഷിമുനികളെ കാലത്ത് അവരും ഓരോരോ സ്ഥലത്തേക്ക് നടന്ന് അനന്തപുരം ഈ ക്ഷേത്രത്തിന് അവർ ഇവിടെ തപസ്, ധ്യാനം, ഹോമാദികൾ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അനന്തപുരം ക്ഷേത്രം. ഋഷിമുനികളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അഗസ്ത്യമുനി. അഗസ്ത്യമുനി ഇവിടെ തപസ്സും ധ്യാനം, ഹോമാദികൾ ചെയ്തുകൊണ്ട് കുറേ കാലം ഉണ്ടായിരുന്നു. അവരെ സമ്പ്രദായ പ്രകാരം നിർമ്മിച്ച കടുശർക്കര പാകത്തിൽ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാണ് ശ്രീദേവി, ഭൂദേവി, അനന്തപത്മനാഭസ്വാമി, ഹനുമ, ഗരുഡ, നാഗകന്യകയുള്ള 7 വിഗ്രഹങ്ങളെ ഇവിടെ പ്രതിഷ്ഠാപിച്ചിട്ടുണ്ടായിരുന്നു പുരാതന കാലത്തിൽ. കുറേ കാലം അഗസ്ത്യമുനികൾ ഇവിടെ പൂജാദികൾ ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു. അവരുടെ കാലം കഴിഞ്ഞ ശേഷം ബില്ലമംഗല സ്വാമിജി ഇവിടെ വന്ന് ഈ ഭഗവാനെ പൂജാദികൾ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ മഹാവിഷ്ണു അനന്തപത്മനാഭസ്വാമി കുട്ടിയുടെ രൂപത്തിൽ ഇവിടെ വന്ന് ചേർന്നു. പക്ഷേ ബില്ലമംഗല സ്വാമിജിക്ക് ആ കുട്ടി ഭഗവാനൊന്നും അറിയില്ല. ഏതോ ഒരു കുട്ടിയെന്ന് വിചാരിച്ച് കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു. സ്വാമിജിനെ ഒന്നിച്ച് കളിച്ചുകൊണ്ട് ചില ശല്യം ചെയ്തുകൊണ്ട് കുറേ കാലം ഉണ്ടായിരുന്നു. ഒരു ദിവസം പൂജാസമയത്ത് കുട്ടി കൂടുതൽ ശല്യം ചെയ്യുമ്പോൾ സ്വാമിജിക്ക് ദ്വേഷം വന്നു. അങ്ങനെ ഇടത്ത കൈ കൊണ്ട് കുട്ടീനെ തള്ളുന്ന റഭസത്തിൽ ഇവിടെ കുട്ടി വീണ സ്ഥലത്തിൽ ഒരു ഗുഹ ഉണ്ടായി. ഈ ഗുഹ മുഖാന്തരം അദൃശ്യമായി പോകുമ്പോൾ അശ്രീരവാണി പറഞ്ഞു, ഇനി ഭഗവാനെ കാണണമെങ്കിൽ അനന്തകാടിലേക്ക് വരണം. അങ്ങനെ പറയുമ്പോഴാണ് ബില്ലമംഗല സ്വാമിജിക്ക് ആ കുട്ടി ഭഗവാനെന്ന് അറിഞ്ഞത്. കുട്ടി ഒരു ജ്യോതിർലിംഗമായി ഗുഹാമുഖാന്തരം അദൃശ്യമായി പോകുമ്പോൾ സ്വാമിജി കുട്ടീനെ പിടിക്കാനായി പോയി, കിട്ടില്ല. ഗുഹാമുഖാന്തരം അദൃശ്യമായി പോയി. ഗുഹയുടെ നെക്സ്റ്റ് ഭാഗം അവിടെ കാണാൻ കിട്ടും. ആ ഗുഹാമുഖാന്തരം എണിച്ച് കടൽ തടാകത്തിൽ അനന്തകാടിലേക്ക് ഭഗവാൻ പോയതെന്ന് ഐതിഹ്യം. അങ്ങനെ സ്വാമിജി ഭഗവാനെ തേടി ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളും വിട്ട് നാരായണ നാമ ചൊല്ലി നടന്ന് അനന്തകാടിലേക്ക് എത്തുമ്പോൾ ഈ കുട്ടിയായിട്ട് വന്ന ഭഗവാൻ താലി മരത്തിൻ്റെ അടിയിൽ ക്ഷീണമായിട്ട് കിടന്ന സ്ഥിതിയിലാണ് കണ്ടത്. ആ അനന്തകാട് പറയുന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരം. ഇവിടെ മഹാവിഷ്ണു ഇരിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് ശയനമാണ്. ബ്രിട്ടീഷറുടെ കാലത്തിൽ ഇവിടെ ആക്രമിച്ച് പട്ടാളം കുളത്തിലുള്ള മുതലിനെ വെടിവെച്ച് കൊന്നു. അങ്ങനെ അവർ നശിപ്പിച്ച് ബ്രിട്ടീഷ് പട്ടാളന്മാർ തിരിച്ചുപോയി. ബ്രിട്ടീഷർ വെടിവെച്ച് കൊന്ന ശേഷം പിറ്റേ ദിവസം ഒരു മുതല ഇവിടെ ഉദ്ഭവമായി. ദൈവികമായ ഒരു ജീവിയാണ് ബബിയ എന്ന് പറയുന്ന മുതല. 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇവിടുത്തെ നാട്ടുകാർ വന്നു കൂടുമ്പോൾ ഒരു മുതല ഇവിടെ കാണുന്നുണ്ട്. അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു ഒന്നും അറിയില്ല. ഇതിന് 2 നേരം നൈവേദ്യം കൊടുക്കും. ഭഗവാന് സമർപ്പിച്ച നൈവേദ്യത്തിൻ്റെ ഒരു ഭാഗം മുതലക്ക് കൊടുക്കും. രാവിലെ 8 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക് കൊടുക്കാറുണ്ട്. ഭക്തജനങ്ങൾ ഈ മുതലക്ക് നൈവേദ്യം നേർച്ചയായിട്ട് ദൂരത്തുനിന്ന് ആൾക്കാർ വരും. അവരെ ഇഷ്ടാർത്ഥ സിദ്ധിക്ക് വേണ്ടി മുതലക്ക് നൈവേദ്യം, ഭഗവാൻ കാർത്തിക പൂജ ഇങ്ങനെയുള്ള വഴിപാട് നടത്തി പോവാറുണ്ട്. ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സൂചന തന്നല്ല അവർ പുതിയ വന്നിട്ട് ആൾക്കാർ നോക്കുന്നുണ്ട്. വരുമെന്ന് മുമ്പേ പ്രതീക്ഷ ഉണ്ട്. വന്ന് സൂചനയും കിട്ടി. അത് നല്ല കാര്യം. മെയിനായിട്ടെന്ന് പറഞ്ഞെങ്കിൽ ഈ കുളത്തിൻ്റെ നടുവിലൊരു അമ്പലം, അത് പ്രത്യേക ഒരു അട്രാക്ഷൻ തന്നെയാണ്. അതിൻ്റെ കൂടെ പിന്നെ ഒരു മുതലയും, അതും പണ്ട് മുതലേ നമ്മൾ മെയിനായിട്ട് ഇവിടെ വരാനുള്ള കാരണം തന്നെ അതും അന്ന് ഇതേപോലെ ഉണ്ടായിരുന്ന മുതൽ തന്നെ മറ്റേ ബ്രിട്ടീഷുകാർ വെടിവെച്ച് വന്നതിന് ശേഷം പിന്നീട് ഒരു പ്രത്യക്ഷപ്പെടുക അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു വരവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 9 ഈ തന്നാലെ വന്ന മുതല മരിച്ചുപോയി.
മരിച്ച ശേഷം ഇപ്പോൾ ഒക്ടോബർ 9 ഒരു കൊല്ലമായി വേറൊരു മുതല ഇവിടെ ദൈവികമായി ഒരു ഉദ്ഭവം ആകണമെന്ന് ഞങ്ങളെ സങ്കല്പം. മുതലനെ കൊണ്ടുവിടാറ് സമ്പ്രദായം ഇല്ല. ദൈവികമായ ഒരു മുതല ഉദ്ഭവം ആവണം, അത് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോൾ വരും അതൊന്നും പറയാൻ പറ്റില്ല. കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ മുതലെന്നെ കണ്ടു, ഫോട്ടോ എടുത്തു, അങ്ങനെല്ലാം പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇതെടുത്ത ജീവനക്കാരായിട്ട്, കമ്മിറ്റിക്കാരാവട്ടെ, നാട്ടുകാരായിട്ട് ആരും ഇതുവരെ കണ്ടിട്ടില്ല. മരിച്ച മുതലയ്ക്ക് നൈവേദ്യം വഴിപാടും ഞങ്ങൾ നടത്തിക്കൊണ്ടുണ്ടായിരുന്നു. പക്ഷേ അത് മരിച്ച ശേഷം ഈ വഴിപാട് നിർത്തി. പുതിയതായിട്ട് വേറൊരു മുതല വന്നാൽ ഞങ്ങൾ മുതലക്ക് നൈവേദ്യം വഴിപാട് എടുക്കാൻ തീരുമാനം ആവണം. അത് താന്ത്രിക വിധി പ്രകാരം നടക്കുകയുള്ളൂ. ബബ്ബിയെന്ന് ചോദിക്കും. ബബ്ബിയായതുകൊണ്ട് ബബ്ബി മരിച്ചിട്ട് എത്ര സമയമായി? ഒരാൾക്ക് ഇത്രയോളം അഹിയല്ല. പിന്നെ അതിൻ്റെ സമാധി ഇവിടെ തന്നെ ഉണ്ട് പറയും. എല്ലാവർക്കും പോയിട്ട് നോക്കിയിട്ട് പോവും. അത് പേഴ്സണലി കണ്ടിനി ബാഗ് നടന്നിട്ട് അത് ഇന്ന് ബാഗ് എടുക്കും. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.